ദൈവത്തിൻ്റെ ധന്യതിരുനാമം ഈ രാത്രിയും മഹത്വം എടുക്കുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളോട് ഒരുമിച്ച് ഈ ആലയത്തിൻ്റെ തണലിൽ ദൈവവചനമായി നിൽപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്തദാസൻ, കുടുംബം, അതുപോലെ സഭയിലെ പ്രിയപ്പെട്ടവർ, ആരാധനയിൽ നമ്മെ നയിച്ച കർത്താവിൻ്റെ അഭിഷക്തന്മാർ, ഓൺലൈനിൽ ഈ കൂട്ടായ്മയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവജനം ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരോടുമുള്ള സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി അറിയിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ പാദപീഠത്തിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം വചനം, വേദപുസ്തകം, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് യഹോവയാകുന്ന ദൈവം എന്നോട് സംസാരിക്കുവാൻ വായ് തുറക്കുകയാണ്. അപ്പോൾ ഇന്ന് പകലിൽ ദൈവം എന്നോട് സംസാരിക്കാൻ തൻ്റെ വായ് തുറക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ശബ്ദം നമ്മെ ദൈവം കേൾപ്പിക്കുവാനായിട്ടിടയായിത്തീരും. ഇന്ന് പകലിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയാക്കി പരിശുദ്ധാത്മാവ് ഈ രാത്രിയെ മാറ്റും. ഇന്ന് രാത്രി അത് നിങ്ങളുടെ ശരീരങ്ങളിൽ ഒരു സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് നൽകും. അടയപ്പെട്ട മേഖലകൾക്കകത്ത് അടഞ്ഞിരിക്കുന്ന വഴികളെ തുറന്ന് ഒരു തുറവി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൽപ്പിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 118 സങ്കീർത്തനം, അതിൻ്റെ 22, 23 വാക്യങ്ങൾ തുടർന്നുള്ള ദൈവവചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 118, അതിൻ്റെ 22, 23 വാക്യങ്ങൾ. ആമേൻ. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾക്കകത്ത് തള്ളപ്പെട്ടു പോയ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾക്കകത്ത് തിരസ്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, ത്യജിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനൊരു സന്ദേശമുണ്ട്. നിങ്ങളെ മാറ്റി നിർത്തിയ മേഖലകൾക്കകത്ത്, ഒഴിവാക്കപ്പെട്ട മേഖലകൾക്കകത്ത്, തള്ളിക്കളഞ്ഞ മേഖലകൾക്കകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത, മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിയാക്കി മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളെ കാണുന്നവർ നോക്കി പറയും, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, ഇതിവൻ്റെ കഴിവല്ല, ഇവൻ്റെ കരുത്തല്ല, ഇവൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെ ഒരു മഹാപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമെന്ന് ഈ പ്രാരംഭത്തിൽ തന്നെ ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം. ഹല്ലേലൂയ. അപ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. ഇതേ വാക്യം ധന്യനായ പത്രോസ് തൻ്റെ ലേഖനത്തിൻ്റെ അകത്ത് ഒന്ന് കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവിടെ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആ പ്രവചന ശബ്ദത്തെ ധന്യനായ പത്രോസ് എടുത്ത് കോട്ട് ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അപ്പോൾ ഇവിടെ ഒന്നാമതൊരു ചോദ്യമുണ്ട്. ആരാണ് വീട് പണിയുന്നവർ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, ആരാണ് വീട് പണിയുന്നവർ? നമ്മൾ വേദപുസ്തകം വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വീട് പണിയുന്നവർ ഇസ്രായേൽ മക്കളാണ്, വീട് പണിയുന്നവർ യഹൂദന്മാരാണ്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലേയ, റാഹേൽ എന്നിവരെ കുറിച്ച് പറഞ്ഞിട്ട് വചനം പറയുകയാണ്, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിയുന്നത്. അപ്പോൾ അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. അപ്പോൾ ഇസ്രായേൽ ഗ്രഹത്തിന്റെ പണി ആരംഭിച്ചത് യാക്കോബിൽ നിന്നാണ്. ഇസ്രായേൽ ഗ്രഹത്തിന്റെ പണി ആരംഭിച്ചത് ലേയിൽ നിന്നും റാഹേലിൽ നിന്നുമാണ്. ഊരെന്ന പട്ടണത്തിൽ നിന്നും അബ്രാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വിളിച്ചിറക്കി അവന്റെ കയ്യിൽ വാഗ്ദത്തങ്ങൾ കൊടുത്തു. എന്നാൽ ഇസ്രായേൽ ഗ്രഹത്തിന്റെ പണി ആരംഭിക്കുന്നത് യാക്കോബിൽ നിന്നാണ്. ലേയ, റാഹേൽ എന്നിവരിൽ നിന്നാണ് യഹൂദ ഗ്രഹത്തിന്റെ, ഇസ്രായേൽ ഗ്രഹത്തിന്റെ പണി ആരംഭിക്കുന്നത്. അപ്പോൾ വീട് പണിയുന്നവർ യഹൂദന്മാരാണ്. അക്ഷരികമായി നോക്കിയാൽ വീട് പണിയുന്നത് അവരുടെ ആ വംശാവലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ
കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് അത് യഹൂദന്മാർ, വീട് പണിത യഹൂദന്മാർ യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞ കല്ലായിട്ട് അവനെ മാറ്റി നിർത്തുവാനായിട്ടിടയായി തീർന്നത്? നമുക്കറിയാം, യഹൂദൻ അവൻ്റെ വംശാവലിയിൽ ഭയങ്കരമായിട്ട് പുകഴുന്നവനാണ്. യഹൂദൻ അവൻ്റെ വംശാവലി വളരെ പവിത്രമെന്ന് കരുതുന്നവനാണ്. അവൻ യേശുവിനെ നോക്കുമ്പോൾ, യേശുവിൻ്റെ വംശാവലിയെ അവൻ പഠിക്കുമ്പോൾ, ആ വംശാവലിയിൽ അവൻ ഒരു കാര്യം മനസ്സിലായി. ഈ വംശാവലിക്കകത്ത് പുറം ജാതിയരായ ചിലർ കയറിയിരിക്കുകയാണ്. യഹൂദൻ അവൻ്റെ വംശാവലിയിൽ പുകഴുന്നവൻ, അവൻ്റെ വംശാവലിക്കകത്ത് ഒരു ജാതിയനെ ഉൾപ്പെടുത്താൻ മനസ്സില്ലാത്തവൻ. അവൻ യേശുവിൻ്റെ വംശാവലി നോക്കുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. യെരിഹോക്കാരിയായ ഒരു രാഹാബ് എന്ന വേശ്യ യേശുവിൻ്റെ വംശാവലിക്കകത്ത് വന്നുവിട്ടിരിക്കുകയാണ്. ഇനി നോക്കുമ്പോൾ ഉണ്ട്, ജാതീയ പട്ടണത്തിൽ നിന്ന് വന്ന ഒരു മോവാബിയ സ്ത്രീയായ രൂത്ത് ആ വംശാവലിക്കകത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് യഹൂദൻ, വീട് പണിയുന്നവനായ യഹൂദൻ യേശുവിനെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വംശാവലി പവിത്രമല്ല, ഈ വംശാവലിക്കകത്ത് ജാതിയർ കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ, യേശുവിനെ ഈ തള്ളിക്കളഞ്ഞ കല്ലായി ദൂരേക്ക് മാറ്റി നിർത്തുവാനായിട്ടിടയായി തീർന്നു. അതുമാത്രമല്ല, യഹൂദൻ അവൻ വിശ്വസിക്കുന്നത്, അവൻ്റെ വംശാവലിയിൽ അവൻ ഒരിക്കലും ഒരു അവിവാഹിതനായ വ്യക്തിയെ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല, ഒരു ഷണ്ണനെ ഉൾപ്പെടുത്താൻ അവൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? അവിവാഹിതനായ ഒരുവനെ ഉൾപ്പെടുത്തിയാൽ അവൻ്റെ വംശം അവിടം കൊണ്ട് നിന്നു പോവുകയാണ്. അതുകൊണ്ട് യേശുവിനെ നോക്കിയപ്പോൾ 30-ാം വയസ്സിലും അവൻ അവിവാഹിതനായി തുടരുകയാണ്. അതുകൊണ്ട് വീട് പണിയുന്ന യഹൂദൻ ആ യേശുവിനെ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞ കല്ലായിട്ട് യേശു കർത്താവിനെ മാറ്റി നിർത്തുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ആക്ഷരികമായി വീട് പണിയുന്നത് യഹൂദന്മാരാണ്, ഇസ്രായേൽ മക്കളാണ്. ആക്ഷരികമായി അവരുടെ വീട് പണി എന്ന് പറയുന്നത് ആ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ പണിയാണ്, അഥവാ അവരുടെ വംശാവലിയുടെ ആ പണിയാണ്. അപ്പോൾ വംശാവലിയിൽ നിന്ന് അവർ യേശുവിനെ മാറ്റിക്കളയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒന്ന്, യേശുവിൻ്റെ വംശാവലിക്കകത്ത് ജാതീയരായവർ ഉൾപ്പെടുവാനായിട്ടിടയായി തീർന്നു. 2, യേശു 30-ാം വയസ്സിലും അവിവാഹിതനായി തുടർന്നത് കൊണ്ട് യേശുവിനെ അവർ അവരുടെ വംശാവലിയിൽ നിന്നും തള്ളിക്കളയുവാനായിട്ടിടയായി തീർന്നു. ഇനി അതിൻ്റെ ആത്മീക വശം നോക്കുമ്പോൾ, ഏത് പണിക്കും ഒരു പ്ലാൻ ആവശ്യമാണ്, ഏത് ഭവനം പണിക്കും ഒരു പദ്ധതി ആവശ്യമാണ്. ആത്മീകമായി യഹൂദൻ തൻ്റെ ഭവനം പണിയുന്നത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചാണ്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അവനവൻ്റെ ആത്മീക ഭവനത്തെ പണിയുമ്പോൾ യേശു കർത്താവിലേക്ക് നോക്കിയ യഹൂദൻ ഒരു കാര്യം തോന്നി, യേശു ന്യായപ്രമാണത്തെ നീക്കാൻ വന്നവനാണ്. എന്നാൽ യേശു കർത്താവ് താൻ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ വന്നവനാണ്. അപ്പോൾ യഹൂദന്റെ ദൃഷ്ടിയിൽ യേശു ന്യായപ്രമാണത്തെ നീക്കുന്നവനെന്ന് യഹൂദൻ ചിന്തിച്ചത് കൊണ്ട് യേശുവിനെ അവരുടെ ആ പണിക്കകത്ത് ഉൾപ്പെടുത്താതെ യേശുവിനെ അവർ തള്ളിക്കളയുവാനായിട്ടിടയായി തീർന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യോഹന്നാൻ 1:11 വചനം പറയുകയാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശു കർത്താവ് സ്വന്തക്കാരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു. പക്ഷേ യഹൂദൻ യേശുവിനെ തള്ളിക്കളയുവാനായിട്ടിടയായി തീർന്നു. ഇനി നാം നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7:5 വചനം പറയുകയാണ്, അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല. 1, യഹൂദന്മാർ സ്വന്തം ജനം യേശുവിനെ വിശ്വസിച്ചില്ല. 2, അവൻ്റെ സ്വന്തം സഹോദരന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല. അതുമാത്രമല്ല, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 53-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വചനം പറയുകയാണ്, അവൻ മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അല്ലെങ്കിൽ അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. അപ്പോൾ യേശു കർത്താവ് സ്വന്തം ജനത്താൽ അവൻ തള്ളപ്പെട്ടവനായിരുന്നു. യേശു കർത്താവ് സ്വന്തം സഹോദരന്മാരാൽ അവൻ തള്ളപ്പെട്ടവനായിരുന്നു. അതുമാത്രമല്ല, മുഴുവൻ മാനവരാശിയാലും തള്ളപ്പെട്ട ഒരു കല്ലായിരുന്നു യേശു കർത്താവ്. അത് തന്നെയാണ് പത്രോസ് തന്റെ ലേഖനത്തിന്റെ അകത്ത് പറയുന്നത്. 1 പത്രോസ് 2:4 മനുഷ്യർ തള്ളിയതെങ്കിലും, അപ്പോൾ മനുഷ്യരെല്ലാം തള്ളിക്കളഞ്ഞ ഒരു കല്ലായിരുന്നു യേശു കർത്താവ്. അപ്പോൾ യേശു ആരായിരുന്നു? അവൻ തള്ളപ്പെട്ട ഒരു കല്ലായിരുന്നു. പിന്നെ നാം വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുവിനെ ശരിക്കൊന്ന് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ യേശു കർത്താവ് അടിക്കപ്പെട്ട ഒരു പാറയായിരുന്നു. ഹല്ലേലൂയ. മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേൽ ജനം 17-ാം അധ്യായം പുറപ്പാട് അതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സീൻ മരുഭൂമിയിലൂടെ കടന്ന് രഫീദീമിൽ വന്നവർ പാളയമടിക്കുകയാണ്. അവിടെ വരുമ്പോൾ അവർക്ക് വെള്ളമില്ലാതെ വരികയാ, അവർ വെള്ളമില്ലാതെ ദാഹിച്ചു വലയുകയാ. മോശയ്ക്ക് വിരോധമായി അവർ പിറുവിറുക്കുകയാ. അങ്ങനെ പിറുവിറുക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഈ ജനത്തിന്റെ മുൻപാകെ നീ നടക്കുക, നീ നടക്കുമ്പോൾ നീ സമുദ്രത്തെ അടിച്ച ആ വടിയും നിന്റെ കയ്യിലെടുത്തുകൊള്ളുക, ഈ വടിയുമായി നീ മുന്നേ പോകണം. ഞാൻ ഹോരേബിൽ പാറയുടെ മുമ്പിൽ പാറയുടെ മുകളിൽ ഞാൻ നിൽക്കും, നീ ആ പാറയെ അടിക്കണം,
അവൻ മൂപ്പന്മാരുടെ മുമ്പാകെ ദൈവം പറഞ്ഞതുപോലെ പാറയെ അടിച്ചപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, ഇസ്രായേൽ ജനത്തിന്റെ ദാഹം തീർന്നു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ആരാണ്? അവൻ അടിക്കപ്പെട്ട പാറയാണ്. അതിന്റെ ആത്മീക വശം ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുകയാണ്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ യേശു ആരാണ്? അവൻ അടിക്കപ്പെട്ട പാറയാണ്. എന്തിനു വേണ്ടിയാ അവൻ അടിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാ അവൻ അതെ ക്രൂശിക്കപ്പെട്ടത്? അതെ നമുക്കറിയാം, കാൽവരി ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ അതെ നമുക്കറിയാം, ബറാബാസ് എന്ന് പറയുന്ന ആ കൊടും കുറ്റവാളിയെ വിട്ടയച്ച് പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പാൻ ഏൽപ്പിക്കുകയാണ്. ആ യേശു കർത്താവിനെ നാം നോക്കുമ്പോൾ നമുക്കറിയാം, റോമൻ അതെ ആ കൽത്തളത്തിന്റെ അകത്ത് അവൻ പടയാളികളാൽ ഒന്നുകുറയെ 39 അടി ചാട്ടവാർ അടിയേൽക്കുകയാണ്. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, സങ്കീർത്തനങ്ങൾ അതിന്റെ 129 അതിന്റെ 4-ാം വാക്യം, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. അപ്പോൾ ഒരു ഉഴവുകാരൻ ഉഴുന്നത് പോലെ യേശുവിന്റെ പുറം ഉഴവ് ചാൽ പോലെ കീറുവാനായിട്ടിടയായി തീർന്നു. അതുമാത്രമല്ല, സങ്കീർത്തനം 22 വരുമ്പോൾ അവിടെ ഭക്തൻ പ്രവചിക്കുകയാണ്, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. അതുമാത്രമല്ല, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുകയാണ്. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് അവൻ ആരായിരുന്നു? അവൻ തള്ളപ്പെട്ട ഒരു കല്ലായിരുന്നു. ഹല്ലേലൂയ! അവൻ യഹൂദന്മാരാൽ, സ്വന്തം ജനത്താൽ, മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട ഒരു കല്ലായിരുന്നു. അതുമാത്രമല്ല, യേശു കർത്താവ് അവൻ അടിക്കപ്പെട്ട ഒരു പാറയായിരുന്നു. എന്തിനു വേണ്ടി അവൻ അടിയേറ്റത്? എന്തിനു വേണ്ടി അവന്റെ ശരീരം ഉഴവുചാൽ പോലെ കീറിയത്? വചനം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. ഹല്ലേലൂയ! അങ്ങനെയെങ്കിൽ കാൽവരിയുടെ കുലക്കളത്തിൽ അവസാനത്തുള്ളി രക്തം ഊറ്റിത്തന്ന് ഒരു ഉറവ അവൻ തുറന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഹല്ലേലൂയ! ദാഹിച്ചിരുന്ന നിനക്ക്, ദാഹിച്ചിരുന്ന എനിക്ക് എൻ്റെ ദാഹം മാറ്റാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും ഹല്ലേലൂയ ആ ഉറവ ഇതിൻ്റെ അകത്ത് ഒഴുകുന്നുണ്ട്. ആ കാൽവരിയിൽ തുറന്ന ആ ഉറവ, ഹല്ലേലൂയ, അതൊരു വറ്റാത്ത ഉറവയാണ്. ഹല്ലേലൂയ! ഇന്ന് രാത്രി ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. ഓ റാബ ശേതേരിയാന്തര, ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ വചനത്തിന്റെ ശക്തി ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ! അവന്റെ പുറം ഉഴവുചാൽ പോലെ കീറുവാനായിട്ടിടയായി. ഉടകമന ദുരകക്ഷകസ്ഥരാധരക്ഷസ്പരംധനാദി യേശുവിൻ്റെ നാമത്തിൽ ആ രക്തത്തിൻ്റെ ശക്തി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ! അപ്പോൾ ആ രക്തം ചീന്തിയത് എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിന് വേണ്ടിയായിരുന്നു. അവൻ രക്തം ചീന്തിയത് എൻ്റെയും നിങ്ങളുടെയും സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ യേശു ആരാണ്? അവൻ അടിക്കപ്പെട്ട ഒരു പാറയായിരുന്നു. ഹല്ലേലൂയ! പിന്നെ നാം മുന്നോട്ട് പഠിക്കുമ്പോൾ നോക്കി, ആ യേശു കർത്താവിനെ കുറിച്ച് നാം വായിച്ച വചനത്തിൽ ഇങ്ങനെയാണ് കണ്ടത്, അവനൊരു ഇടർച്ചക്കല്ലായിരുന്നു. അപ്പോൾ യേശു 1 അവൻ തള്ളപ്പെട്ട കല്ലായിരുന്നു. 2 യേശു കർത്താവ് അവൻ അടിക്കപ്പെട്ട പാറയായിരുന്നു. 3 യേശു കർത്താവ് ഒരു ഇടർച്ചക്കല്ലായിരുന്നു. ആർക്കാണ് യേശു ഇടർച്ചക്കല്ലായി മാറിയത്? ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക്, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമായ ആ ക്രിസ്തു. അപ്പോൾ ആർക്കാണ് യേശു ഇടർച്ചയായി തീർന്നത്? യഹൂദന് യേശു കർത്താവ് ഒരു ഇടർച്ചയായി തീർന്നു. എന്തുകൊണ്ടാണ് യഹൂദന് അവൻ ഇടർച്ചയായി തീർന്നത്? വചനം പറയുകയാണ്, നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. എന്നിട്ട് അടുത്ത വാക്ക്, എങ്കിലും ഇസ്രായേൽ ഗ്രഹത്തിന് 2-നും അവൻ ഒരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും യെരൂശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കെണിയും ആയിരിക്കും. പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോകും. പലരും കെണിയിൽ കുടുങ്ങി പിടിപെടുകയും ചെയ്യും. അപ്പോൾ ആർക്കാണ് യേശു ഇടർച്ചക്കല്ലായി മാറിയത്? യേശു ഇടർച്ചക്കല്ലായി മാറിയത് യഹൂദന്മാർക്കാണ്. എന്തുകൊണ്ടാണ് യഹൂദന് യേശു ഒരു ഇടർച്ചക്കല്ലായി മാറിയത്? വേദപുസ്തകം നാം പഠിക്കുമ്പോൾ റോമാലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, ആകയാൽ നാം എന്തു പറയണ്ടു? 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, നീതിയെ പിന്തുടരാത്ത ജാതികൾ അവർ നീതി പ്രാപിച്ചു. എങ്ങനെയുള്ള നീതിയാണ് പ്രാപിച്ചത്? വിശ്വാസത്താലുള്ള നീതി തന്നെ.
എന്നിട്ട് അടുത്ത വാക്ക്, നീതിയെ പിന്തുടർന്ന അതേ യഹൂദന്മാർ, ആ ഇസ്രായേൽ മക്കൾ, അവർ ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ടാണ് നീതിയെ പിന്തുടർന്നവർ നീതിയിൽ എത്താതിരുന്നത്? എന്തുകൊണ്ടാണ് നീതിയെ പിന്തുടരാത്തവർ നീതി പ്രാപിക്കുവാനായിട്ടിടയായി തീർന്നത്? അടുത്ത വാക്ക് 32-ാം വാക്യം പറയുകയാണ്, അതെന്തുകൊണ്ട്? അതിൻ്റെ മറുപടി, വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അവർ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യഹൂദൻ നീതീകരണം പ്രാപിക്കാതിരുന്നത്? യഹൂദൻ നീതീകരണം പ്രാപിക്കാതിരുന്നതിൻ്റെ അതേ കാരണമെന്ന് പറയുന്നത്, യഹൂദൻ അവൻ്റെ പ്രവർത്തികളാൽ നീതീകരണത്തെ തേടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, എങ്ങനെയാ ഞാനും നിങ്ങളും നീതിമാന്മാരായി മാറിയത്? അതെ, നീതിമാന്മാരായി മാറിയത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ നമ്മുടെ പണം കൊണ്ടോ ഒന്നുമല്ല. ആ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ദൈവം നമ്മെ നീതീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ആ യേശുവിൻ്റെ രക്തത്താൽ അവൻ നമ്മെ നീതീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ കൃപയാൽ അവൻ നമ്മെ നീതീകരിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് രാത്രി അങ്ങനെ ഒരു നീതീകരണം നമ്മിൽ നടന്നെങ്കിൽ വചനം നമ്മോട് പറയുന്ന ഒരു ഉറപ്പുണ്ട്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആരാ നീതിമാൻ? അതേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ, ദൈവകൃപയെ പ്രാപിച്ചവൻ, ആ ദൈവത്തിൽ വിശ്വസിച്ചവൻ, അവനെയാണ് വേദപുസ്തകം നീതിമാൻ എന്ന് പറയുന്നത്. അങ്ങനെ നീതിമാനായവന് വചനം നൽകുന്ന ഒരു ഉറപ്പുണ്ട്, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലം പരിച്ചാകയില്ല. ഹല്ലേലൂയ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു, അവയിൽ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതെ, നീതീകരിക്കപ്പെട്ടവരുടെ പട്ടികയ്ക്കകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവജനമേ, അഭിഷക്തന്മാരെ, നമ്മെ തകർക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നമ്മെ താളടിയാക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീതിമാൻ അവൻ വീഴും, പക്ഷേ അവൻ താളടിയായി പോകത്തില്ല. അവൻ 7 പ്രാവശ്യം വീണാലും അവൻ വീണ്ടും എഴുന്നേൽക്കും. അനർത്ഥം ദുഷ്ടനെ കൊല്ലുമ്പോൾ അത് നീതിമാന്റെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ നീതീകരണം സാധ്യമായത് കഴിവ് കൊണ്ടല്ല, ആ നീതീകരണം സാധ്യമായത് എൻ്റെ കരുത്ത് കൊണ്ടല്ല, ആ നീതീകരണം സാധ്യമായത് ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ആ യേശുവിൻ്റെ രക്തത്താൽ, ആ ദൈവകൃപയാൽ ഞാൻ നീതീകരിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഞാനൊരു പാപിയാണെന്ന് ചിന്തിച്ചുകൊണ്ടല്ല വരേണ്ടത്. ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഞാൻ ഒരു നീതിമാനാണ്. സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നത് ആ ക്രിസ്തുവിലൂടെ നീതിമാനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരുടെയെങ്കിലും പ്രാർത്ഥന വളരെ ഫലിക്കുന്നെങ്കിൽ അത് നീതിമാന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. എന്താ നീതിമാന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? അതെ, പത്രോസ് കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ സഭ, നീതിമാന്മാരുടെ ഒരു കൂട്ടം, അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ദൂതൻ ഇറങ്ങിയിട്ട് ആ ചങ്ങലകളെ അഴിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുമ്പോഴുള്ള ഗുണമെന്താ? അടുത്ത വാക്ക്, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അതവിടെ ഇല്ല, എന്നാൽ നീതിമാനായ നിങ്ങൾ, അത് യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നിങ്ങൾ, അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അത് അവിടെ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. അതുകൊണ്ടാണ് ദൈവം മോശയോട് പറഞ്ഞത്, മോശേ, നീ അത്ഭുതം ചെയ്ത ആ വടിയുണ്ടല്ലോ, ചെങ്കടലിനെ വിഭാഗിച്ച ആ വടിയുണ്ടല്ലോ, ആ വടി നീ കയ്യിലെടുത്തോണ്ട് വേണം എൻ്റെ മുമ്പാകെ പോകാൻ. ആ വടി കയ്യിലെടുത്തോണ്ട് വേണം നീ ജനത്തിൻ്റെ മുമ്പാകെ നടക്കാൻ. പാറയുടെ മേൽ ഞാൻ നിൽക്കും, നീ ആ പാറയെ അടിക്കണം. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ അടഞ്ഞ വഴികളെ തുറന്ന പ്രാർത്ഥനയാകുന്ന ഒരു വടി കയ്യിലുണ്ടോ? ഉപവാസമാകുന്ന ഒരു വടി കയ്യിലുണ്ടോ? അത് നീട്ടിയാൽ മാറാത്ത പ്രശ്നങ്ങളില്ല, അത് നീട്ടിയാൽ തുറക്കാത്ത വഴികളില്ല. ഇന്ന് രാത്രിയും ഈ ഉപവാസ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ തലവണക്കിയിരിക്കുന്ന ദൈവജനമേ, ഈ പ്രാർത്ഥനയെ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന തീർന്നെഴുന്നേൽക്കുന്നതിന് മുന്നമേ ചില അടയപ്പെട്ട വഴികൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. മോശയുടെ മുമ്പാകെ ആ ചെങ്കടൽ പിളർന്നതുപോലെ അടഞ്ഞിരിക്കുന്ന ചില വഴികളെ, അടഞ്ഞിരിക്കുന്ന ചില ഗർഭപാത്രങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിക്കുക. ഉടകമന ദരഗക്ഷകസ്തരാദരക്ഷസ്പരംധനാദി ലാർബാന ശാഗധരാദരക്ഷസ്പരംധനാദി ഉടകമന ദരഗക്ഷകസ്തരാദി. അപ്പൊ യേശു ആരാണ്? അവൻ തള്ളപ്പെട്ട കല്ലായിരുന്നു. യേശു ആരാണ്? അവൻ അടിക്കപ്പെട്ട പാറയായിരുന്നു. യേശു ആരാണ്? അവൻ ഇടർച്ചക്കല്ലായി മാറി. ആർക്കാണ് അവൻ ഇടർച്ചക്കല്ലായി മാറിയത്? ആരാണ് അവനെ തള്ളിക്കളഞ്ഞത്? ആരാണ് അവനെ മാറ്റി നിർത്തിയത്? യഹൂദന്മാർ അവനെ മാറ്റി നിർത്തി. സ്വന്തം ജനം അവനെ മാറ്റി നിർത്തി. അവൻ്റെ സഹോദരന്മാർ അവനെ മാറ്റി നിർത്തി. മനുഷ്യർ മുഴുവനും അവനെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. അവൻ യഹൂദനൊരു അവൻ ഇടർച്ചക്കല്ല
കല്ലായി. നീതിയെ നീതി അവരുടെ പ്രവർത്തികളാൽ അവർ തിരഞ്ഞതുകൊണ്ട് അവർ ഇടച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. എന്നാൽ വചനം പറയുന്ന വാക്കിങ്ങനെയാണ്, ഈ കല്ലിന് എന്താ പിന്നീട് സംഭവിച്ചത്? സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വചനം പറയുകയാണ്, ഞാൻ യോശുവയുടെ മുമ്പാകെ നിർത്തിയിരിക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിന്മേൽ 7 കണ്ണുണ്ട്, ഞാൻ അതിന്മേൽ കൊത്തുമണി കൊത്തും. എന്നിട്ട് അടുത്ത വാക്ക്, ഞാൻ ഒരു ദിവസത്തിൽ അത് ദേശത്തിന്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നോക്കിയേ, ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്, ഞാൻ അതിൻ്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ കല്ല് തള്ളപ്പെട്ട കല്ലായിരുന്നു, ഈ കല്ല് അടിക്കപ്പെട്ട പാറയായിരുന്നു, ഈ കല്ല് ഇടച്ചക്കല്ലായിരുന്നു. എന്നാൽ കാൽവരിയിൽ അത് പിതാവാകുന്ന ദൈവം ഈ കല്ലിന്മേൽ ഒരു കൊത്തുപണി കൊത്തി. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ഒരു കല്ല് കിടക്കുന്നത് ചിന്തിക്കുക. അത് വെറുതെ കിടക്കുമ്പോൾ ആരും അതിനെ നോക്കത്തില്ല, ആരും അതിനെ ഗമനിക്കുന്നില്ല. എന്നാൽ അതേ മനോഹരമായി അതേ ശില്പവിദ്യ ചെയ്യാനറിയുന്ന ഒരു ശില്പി ആ കല്ലിനെ എടുത്ത് അതിൻ്റെ മേലൊന്ന് കൊത്തുപണി ചെയ്താൽ അതിൻ്റെ ഇരിപ്പിടം അവിടെ നിന്ന് മാറും. അതേ പുറത്ത് കിടന്ന് പിന്നെ എവിടെയാകും? അകത്തു വരും. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ തള്ളപ്പെട്ട എന്നെ, ഇന്നലകളിൽ തള്ളപ്പെട്ട നിന്നെ അതെ ചില സാഹചര്യങ്ങളുടെ കർത്താവ് കടത്തിവിടുന്നത് അത് തകർത്ത് കളയാനല്ല, അതെ പണിയാനാ. എന്തിനാ പണിയെന്നറിയാവോ? പുറത്ത് കിടക്കുന്ന എന്നെ, പുറത്ത് കിടക്കുന്ന നിങ്ങളെ അകത്തളത്തിൽ കൊണ്ടുവരാൻ. മാറ്റി നിർത്തിയപ്പെട്ട എന്നെ, അതെ മാറ്റി നിർത്തിയ നിങ്ങളെ അതെ ആദരിക്കാൻ അതെ ചില കൊത്തുപണികളെ അവൻ ചെയ്യുക. ഉടകമന ദരകക്ഷകധരാതി ലാസ്മാന ധേരിയം പ്രഭാന അടകമന ദുരകക്ഷകധരാധരക്ഷ സ്പരംധനാദി ലാസ്മാന ധേരിയക്ഷ സ്പരംധനാദി അടകമന ദുരകക്ഷകധരാധരക്ഷ സ്പരംധനാദി. അപ്പൊ കാൽവരിയിൽ ആ യേശു കർത്താവെന്ന ആ തള്ളപ്പെട്ട കല്ലിന്മേൽ പിതാവിൻ്റെ ഒരു കൊത്തുപണി നടന്നു. എന്നിട്ട് ആ കല്ലിനെ കുറിച്ച് പറയുകയാണ്, ആ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. എന്താ 7 കണ്ണെന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ അകത്ത് 7 എന്ന് പറയുന്ന സംഖ്യ അത് പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്. ആ 7നെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അതേ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, വെളിപ്പാട് 5:6 വചനം പറയുന്നു, ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും അതേ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും അത് സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അപ്പോൾ ആ കല്ലിനെ കുറിച്ച് പറയുന്നു. സെഖരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ യോശുവയുടെ മുമ്പിൽ നിൽക്കുന്ന കല്ലിനെ കുറിച്ച് പറയുകയാണ്, ആ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഇവിടെ വെളിപ്പാടിൽ പറയുകയാണ്, ആ കുഞ്ഞാടിന് ആ 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. സെഖരിയാവ് 4:10 വചനം പറയുന്നു, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. അതേ സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലെ തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ 7 കണ്ണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം അറിയാതെ, ദൈവം കാണാതെ ഒരു സാഹചര്യവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തില്ല. അത് സമുദ്രത്തിൻ്റെ അടിയിൽ പോയി കിടക്ക വിരിച്ചാൽ അവിടെയും അവൻ്റെ കണ്ണ് നമ്മെ കാണുകയാണ്. അത് ഇരുട്ടിൽ നാം മറഞ്ഞാൽ അവിടെയും അവൻ്റെ കണ്ണ് നമ്മെ കാണുകയാണ്. നാം എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ കൂടെ നടന്നാലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്നലകളിൽ നാം കടന്നുപോയ അവസ്ഥകൾ, ഇന്നലകളിൽ നാം കടന്നുപോയ സാഹചര്യങ്ങൾ ഇതൊന്നും ദൈവം അറിയാതെയല്ല, ദൈവം അറിയാതെ അല്ല. ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം കണ്ടാൽ അടുത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്താ? ദൈവം കണ്ടാൽ അതിൻ്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അത് ദൈവം അതിൻ്റെ അകത്തൊരു മാറ്റം കൊണ്ടുവന്നിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ 7 കണ്ണിന്മേൽ എന്താ? ആ 7 കണ്ണുള്ള ആ കല്ലിന്മേൽ ഒരു കൊത്തുപണി നടക്കുക. എവിടെയാ കൊത്തുപണി നടന്നത്? അതെ കാൽവരിയിൽ കൊത്തുപണി നടക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, അതെ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ അത് ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിൽ അവതരിക്കുക. എന്നിട്ട് എന്താ ചെയ്തത്? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി മാറുക. അപ്പോൾ ദൈവിക ആ കൊത്തുപണിക്ക്, ദൈവത്തിൻ്റെ ആ പണിക്ക് അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അടുത്ത വാക്ക് വചനം പറയുകയാണ്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി.
ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കൊത്തുപണിക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നമ്മെ തന്നെ നാം വിട്ടുകൊടുക്കുമ്പോൾ എന്താ നമ്മിൽ സംഭവിക്കുന്നത്? ഒരു ഉയർച്ച നമ്മിൽ സംഭവിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് ആ പിതാവിൻ്റെ കരത്തിലേക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം എന്നിൽ നിവർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് അതേ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വചനം പറയുകയാണ്, ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി. അത് സകല നാമത്തിനും മേലായൊരു നാമം നൽകി. ഹല്ലേലൂയ. എന്താ ആ നാമത്തിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയ. ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായിരുന്നവൻ, എന്നാൽ ആ കൊത്തുപണിക്ക് അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത് സകല നാമത്തിനും അതേ ഉന്നതമായ ഒരു നാമം നൽകി പിതാവ് അവനെ ആദരിക്കുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പ്രാരംഭത്തിൽ അഭിഷിക്തന്മാർ പാടിയില്ലേ, അതെ അവൻ വാഴുന്നവനാണെന്ന്, അവൻ പുരോഹിതനാണെന്ന്. അതേ സങ്കീർത്തനം 2 വരുമ്പോൾ വചനം പറയുകയാണ്, അവൻ സിയോനിൽ രാജാവായി വാഴുന്നു. എബ്രായ ലേഖനം അത് 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് അത് ഇരിക്കുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല, അതേ കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അപ്പോൾ ഈ യേശു കർത്താവ് അത് തള്ളപ്പെട്ട കല്ലായിരുന്നവൻ, ഇടർച്ചക്കല്ലായിരുന്നവൻ, അത് തടങ്കൽ പാറയായിരുന്നവൻ, അടിക്കപ്പെട്ട പാറയായിരുന്നവൻ, അത് ദൈവത്തിന്റെ പണിക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സംഭവിച്ച കാര്യം, അവനെ സിയോനിൽ രാജാവായി ദൈവം വാഴിക്കുവാനായിട്ടിടയായി തീർന്നു. അവനെ ഒരു മഹാപുരോഹിതനാക്കി ദൈവം മാറ്റുവാനായിട്ടിടയായി തീർന്നു. അവൻ്റെ നാമത്തെ സകല നാമത്തിനും മേലായ നാമമാക്കി ദൈവം മാറ്റുവാനായിട്ടിടയായി തീർന്നു. ഇപ്പോൾ യേശു ആരാണ്? ഇപ്പോൾ യേശു അതേ സ്വർഗത്തിൽ അതേ സഭയുടെ മൂലക്കല്ലാണ്. ഇപ്പോൾ യേശു ആരാണ്? ഭൂമിയിൽ അതേ സഭയുടെ മൂലക്കല്ലാണ്. ഇപ്പോൾ യേശു ആരാണ്? സകല നാമത്തിനും മേലായ നാമമുള്ളവനാണ്. ഇപ്പോൾ യേശു ആരാണ്? അവൻ്റെ നാമത്തിങ്കൽ അതേ ഭൂതങ്ങൾ വിറയ്ക്കുകയാണ്. അവൻ്റെ നാമത്തിങ്കൽ രോഗികൾ സൗഖ്യമാകുകയാണ്. അവൻ്റെ നാമത്തിങ്കൽ അതേ ബന്ധനങ്ങൾ അഴിയുകയാണ്. എന്തുകൊണ്ടാണ്? അതേ ആ ഇടർച്ചക്കല്ലായിരുന്നവൻ, തടങ്കൽ പാറയായിരുന്നവൻ, അടിക്കപ്പെട്ട പാറയായിരുന്നവൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ദൈവഹിതത്തിന് വേണ്ടി തന്നെ വിട്ടുകൊടുത്തപ്പോൾ അതേ പിതാവാകുന്ന ദൈവം ആ കല്ലിന്മേൽ ഒരു കൊത്തുപണി കൊത്തി. എന്നിട്ട് അതേ വചനം പറയുകയാണ്, സകല നാമത്തിനും മേലായൊരു നാമം നൽകി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആ നാമത്തിൻ്റെ മുമ്പിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, ആ നാമത്തിൻ്റെ മുമ്പിൽ സൗഖ്യമാക്കാത്ത രോഗങ്ങളില്ല, ആ നാമത്തിൻ്റെ മുമ്പിൽ അഴിയാത്ത ഭൂതങ്ങളില്ല. ഇന്ന് പകലിൽ ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ആ നാമത്തെ ഉയർത്തുകയാണ്. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമം. ഭൂതങ്ങൾ അത് വിട്ടോടുന്ന നാമം, രോഗികൾ സൗഖ്യമാകുന്ന നാമം, ബന്ധനങ്ങൾ അഴിയുന്ന നാമം, കെട്ടുകൾ അഴിയുന്ന നാമം. ഇന്ന് രാത്രി ആ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്താലുള്ള അതേ ദൈവ പ്രവർത്തികൾ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഉടകമന ദരകക്ഷകസ്ഥരാധരക്ഷ സ്പരംധനാദി ലാസ്മാന ധേര്യക്ഷ സ്പരംധനാദി. യേശുവിൻ്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ യേശു ആരാണ്? ഇപ്പോൾ അവൻ അതേ ഉയർത്തപ്പെട്ടവനാണ്. ഇപ്പോൾ അവൻ സകല നാമത്തിനും മേലായ നാമമുള്ളവനാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അതേ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് അനന്തരം മാളികമുറിക്കകത്ത് കാത്തിരുന്ന അതേ അഭിഷേകത്തിൻ്റെ നിറവ് പ്രാപിച്ച, ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ കാണുക. അവനെ കണ്ടപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ തരിക. അടുത്ത വാക്ക്, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അടുത്ത ക്ഷണത്തിൽ അവൻ്റെ നരയാണി ഉറച്ചെന്ന്. എന്താ ഈ നാമത്തിന് ഇത്ര ശക്തി? എന്താ ഈ നാമത്തിന് ഇത്ര അധികാരം? കാരണം ഈ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഈ നാമത്തിന് അത് ശക്തി പകർന്നത് പിതാവിൻ്റെ കരത്തിലേക്ക് അവ ഹിതത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആ യേശുവിൻ്റെ നാമം ഈ ഡെലിവറൻസ് ചർച്ചിൻ്റെ അകത്ത് ഉയരട്ടെ. ഈ പട്ടണത്തിൽ യേശുവിൻ്റെ നാമം ഉയരട്ടെ. ഓ റാബ ഷെഥേരിയന്തര അടകമന ദുരകക്ഷകതരാതി. ആ നാമത്തിൻ്റെ അകത്ത് ഇന്നും വിടുതലുണ്ട്. ഹല്ലേലൂയ. ആ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പാടാറില്ലേ, ശ്രീയേശു നാമം അതിശയ നാമം, എനിക്ക് ഇമ്പനാമം. ഹല്ലേലൂയ. അതെ കുരുടർക്കും മുടന്തർക്കും അത് സൗഖ്യം നൽകുന്ന ആ നാമം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ഉയരുക. അങ്ങനെയെങ്കിൽ ആ നാമം ഇവിടെ ഉയർത്തപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. ആ നാമം ഇവിടെ ഉയർത്തപ്പെടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ആ നാമം ഉയർത്തപ്പെടുമ്പോൾ ഇരുളിൻ്റെ അവസ്ഥകൾ മാറും. ഇന്ന് രാത്രി അതേ അവനെ ഞാനിവിടെ ഉയർത്തുക. ആ യേശു
യേശുവിൻ്റെ നാമത്തെ ഞാൻ ഇവിടെ ഉയർത്തുക. ഹല്ലേലൂയ. ഈ പട്ടണത്തിൻ്റെ അകത്ത്, ഹല്ലേലൂയ, ഈ KR പുരം ബാംഗ്ലൂരിൻ്റെ അകത്ത് യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ഈ ജനം അറിയട്ടെ. ഹല്ലേലൂയ. ഈ ദേശം അറിയട്ടെ. അതേ സഭയിലൂടെ അതേ കർത്താവിൻ്റെ നാമം ദേശം അറിയട്ടെ. അങ്ങനെ ഒരു പ്രവൃത്തി ഇതിൻ്റെ അകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കാം. പത്രോസും യോഹന്നാനും 9-ാം മണി നേരം ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ അതേ അത്ഭുതം നടന്നെങ്കിൽ അതുപോലെ ചില മിറാക്കിളുകൾ, ചില മാനിഫെസ്റ്റേഷനുകൾ ഈ ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നത് ഇന്ന് അതേ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. തളർന്നു കിടക്കുന്ന ചിലത്, മുടന്തുള്ള ചിലത്, അതേ ആരാധനയുടെ മധ്യത്തിൽ യേശുവിന്റെ നാമം പറയുമ്പോൾ ചാടി എഴുന്നേക്കത്തക്ക നിലവാരത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ അഭിഷക്തനെ നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുക. ദൈവസഭയെ നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുക. ഓ ഹല്ലേലൂയ. നിങ്ങൾ എടുക്കുന്ന നാമം, നിങ്ങൾ എടുത്തിരിക്കുന്ന നാമം സകല നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ നാമം ഇപ്പോൾ ഈ യേശു ആരാ? ഒരിക്കൽ അവൻ തള്ളപ്പെട്ട കല്ലായിരുന്നു, ഒരിക്കൽ അവൻ ഇടർച്ചക്കല്ലായിരുന്നു, ഒരിക്കൽ അവൻ തടങ്കൽ പാറയായിരുന്നു, ഒരിക്കൽ അവൻ അടിക്കപ്പെട്ട പാറയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ആരാണ്? ഇപ്പോൾ അവൻ മൂലക്കല്ലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ താൻ പറയുന്നത്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ അതെ മൂലക്കല്ലായി തീർന്ന, അതെ വീടിൻ്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ. അതെ വീട് പണിയുന്നവരായി നിങ്ങൾ കളഞ്ഞിട്ട് വീടിന്റെ മൂലക്കല്ലായി തീർന്നവൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞാൽ അതേ ഭൂതകാലത്തെ ചൂണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങളായിരുന്നു വീട് പണിതുകൊണ്ടിരുന്നത്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു, നിങ്ങൾ തള്ളിക്കളഞ്ഞു. പക്ഷേ ആ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞിട്ട് വീടിൻ്റെ മൂലക്കല്ലായി തീർന്നവൻ ഈ യേശുവാണ്. എന്നിട്ട് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ഈ KR പുരത്തിന്റെ മണ്ണിൽ ഞങ്ങൾ ഉയർത്തുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേൻ. അപ്പോ ഇന്നവൻ മൂലക്കല്ലായി തള്ളിക്കളഞ്ഞതാ, പക്ഷെ തള്ളിക്കളഞ്ഞ കല്ലിന്ന് വീടിന്റെ മൂലക്കല്ലായി അവനെ രക്ഷകനാക്കി, അവനിലൂടെ മാത്രം രക്ഷ നൽകി. അതെ നമുക്കറിയാം, ന്യായപ്രമാണം നാം പഠിക്കുമ്പോൾ അത് ന്യായപ്രമാണം മനുഷ്യനെ 2 തട്ടിലാക്കി തീർത്തു. ഒന്ന് യഹൂദൻ, 2 അത് യവനൻ അല്ലെങ്കിൽ ജാതീയൻ, അതെ പരിച്ഛേദനക്കാരൻ, അഗ്രചർമ്മി. അതെ ന്യായപ്രമാണം മനുഷ്യനെ 2 തട്ടിലാക്കി തീർത്തപ്പോൾ അതെ വചനം പറയുകയാണ്, ആ ക്രിസ്തു എന്ന മൂലക്കല്ലിൻ്റെ അകത്ത് യഹൂദനും ജാതീയനും അവൻ ഒന്നായി തീർന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ പറയാറില്ലേ, അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം അതേ ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നെന്ന്. അതെ യഹൂദനും അതേ ജാതീയനും ന്യായപ്രമാണം 2 തട്ടിൽ മനുഷ്യനെ നിർത്തി. യഹൂദൻ അതെ യവനൻ, അതെ പരിച്ഛേദനക്കാരൻ, അഗ്രചർമ്മി. എന്നാൽ ഇതിൻ്റെ 2നും ഇടയ്ക്ക് ഈ കല്ല് മൂലക്കല്ലായി വന്നു വീണപ്പോൾ യഹൂദനും യവനനും, അതുകൊണ്ടാണ് പറയുന്നത് അതെ ഈ ഏകാത്മാവിനാൽ നമുക്ക് ഇരുപക്ഷക്കാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. അപ്പോൾ ഈ ക്രിസ്തുവിൽ അതെ ദൈവം നമ്മെ ഒന്നാക്കി മാറ്റി, ക്രിസ്തുവിൽ നമ്മെ ഒരു ശരീരമാക്കി മാറ്റി. അത് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അതെ ആർക്കെങ്കിലും ഒരാൾക്ക് വേദന വരുമ്പോൾ എന്തുകൊണ്ടാണ് സഭ ഒരുമിച്ച് ആ വേദനയെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്? കാരണം സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്തുകൊണ്ടാ മണിപ്പൂരിൽ അത് ദൈവജനം പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നാം കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്? കാരണം അവരും അതെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അപ്പോൾ ക്രിസ്തു എന്ന മൂലക്കല്ലിൽ യഹൂദനും യവനനും അവൻ ഒന്നായി തീർന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 10:12 വചനം പറയുന്നത്, അത് യഹൂദനെന്നും യവനനെന്നും ഒരു വ്യത്യാസവും ഇല്ല, അത് എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അപ്പോൾ വ്യത്യാസമില്ല, ദൈവസഭയ്ക്കകത്ത് വ്യത്യാസമില്ല. ആ വേർപാടിൻ്റെ നടുച്ചുവർ അവൻ ഇടിച്ചു കളഞ്ഞതാ. ആ ദൈവാലയത്തിൻ്റെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചീന്തിപ്പോയതാ. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് അത് ഇടർച്ചയില്ല, ദൈവസഭയ്ക്കകത്ത് വലിയവൻ ചെറിയവൻ എന്ന ഭാവമില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. ഐക്യതയോടെ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ, പാട്ടുകാരൻ പാടുന്നില്ലേ, അത് നമുക്ക് തകർക്കാം ആ പെയിൻ കോട്ട. അങ്ങനെയെങ്കിൽ ഈ ദേശത്ത് ദൈവസഭ ഐക്യതയോടെ നിൽക്കുമ്പോൾ ഈ ദേശത്ത് ഉയർന്നു നിൽക്കുന്ന മണ്ഡലത്തെ അത് ദൈവം തകർത്തിട്ട് പട്ടണത്തെ നിങ്ങളുടെ കരങ്ങളിൽ നൽകുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം. യേശുവിന്റെ നാമത്തിൽ ഉടകമന ദരകക്ഷകരാതി ലാസ്മാന ധേര്യക്ഷ സ്വരംധരാതി അടകമന ദുരകക്ഷക ധരാതരക്ഷ സ്വരംധരാതി
റാംഷ്മാന ധേരിയാംശ സ്മരാന്ധനാദി. അപ്പം ഒരു വ്യത്യാസവുമില്ല. അതെ, ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നാണ്. കർത്താവ് എല്ലാവർക്കും ഒരുവനാണ്. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനുമാണ്. ഹല്ലേലൂയ. അപ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകാൻ തക്കവണ്ണം യേശു ആരാ? അവൻ സമ്പന്നനാണ്. അപ്പോൾ ഇന്ന് യേശു അവൻ സഭയുടെ മൂലക്കല്ലാക്കി തീർന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 വേദപുസ്തകം പറയുകയാണ്, ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ അത് നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അതെ പണിതിരിക്കുന്നു. അപ്പോൾ യേശു അവൻ മൂലക്കല്ലാണ്. ആ മൂലക്കല്ലിനോട് ചേർത്ത് പണിതിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭയെ കർത്താവ് പണിതിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുവോ? സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പം ഒന്ന് ഞാൻ പറഞ്ഞു, യേശു ആരാണ്? അവൻ അത് തള്ളപ്പെട്ട കല്ലായിരുന്നു. 2, യേശു ആരായിരുന്നു? അവൻ അടിക്കപ്പെട്ട പാറയായിരുന്നു. 3, യേശു കർത്താവ് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായിരുന്നു. എന്നാൽ ഈ കല്ല് അതെ കാൽവരിയിൽ പിതാവിൻ്റെ കരത്തിലെ കൊത്തുപണിയിലൂടെ ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ ആ കല്ലിനെ ദൈവം എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തി. സകല നാമത്തിനും മേലായ നാമം നൽകി. ആ നാമത്തിങ്കൽ അത് സകല മുഴങ്കാലും മടങ്ങത്തക്കവണ്ണം ഒരധികാരം ആ നാമത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ സിയോനിൽ അവനെ രാജാവായി വാഴിച്ചു. അവനെ ഒരു മഹാപുരോഹിതനാക്കി ദൈവം മാറ്റി തീർത്തു. ഇവനെ ആരാക്കി? യേശുവിനെ കർത്താവ് മൂലക്കല്ലാക്കി. ആ മൂലക്കല്ലിൽ യഹൂദനും ജാതിയനും ഒരുപോലെ ദൈവത്തോട് എന്ത് ചെയ്തു? അടുത്തു വന്നു. എന്നിട്ട് ഈ മൂലക്കല്ലിനോട് ചേർത്ത് അടിസ്ഥാനമിട്ടിരിക്കുന്ന ആരാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന അവനിൽ കെട്ടിടം മുഴുവനും അത് യുക്തമായി ചേർന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായി എന്ത് ചെയ്യുകയാണ്? വളരുകയാണ്. അടുത്ത വാക്ക് വചനം പറയുകയാണ്, അവൻ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പോൾ എങ്ങനെയാണ് പണി നടക്കുന്നത്? ക്രിസ്തുവേശു മൂലക്കല്ല്, അതിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, അതിൻ്റെ മേൽ നമ്മെ ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ്? കർത്താവ് പണിയുകയാണ്. അപ്പോൾ അത്രയും നിങ്ങൾ ചിന്തിച്ചോണം. യേശു കർത്താവ് മൂലക്കല്ല്, ആ മൂലക്കല്ലിൽ യഹൂദനും അത് യവനനും അല്ലെങ്കിൽ പരിച്ഛേദനക്കാരനും അഗ്രജമിയും ക്രിസ്തുവിൽ ഒന്നായി. അത് ഏകാത്മാവിനാൽ ഇരുപക്ഷക്കാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇനി ആ മൂലക്കല്ലിന്മേൽ അടിസ്ഥാനം ഇട്ടു. അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ആ അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭയെ പണിയുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12:28 വചനം പറയുകയാണ്, ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, പിന്നെ ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 4:11 വചനം പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ദൈവസഭ അപ്പോസ്തോലിക അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് അപ്പോസ്തോലിക അടിസ്ഥാനത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? അപ്പോസ്തോലിക അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലോട് ചേർത്ത് എന്തുകൊണ്ട് സഭ പണിയപ്പെടണം? കാരണം വേദപുസ്തകം പറയുകയാണ്, അത് ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. യേശു ഉപമകളാൽ ജനത്തോട് പുരുഷാരത്തോട് സംസാരിച്ചു. സന്ധ്യയായപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങ് പുരുഷാരത്തോട് ഉപമകളാൽ സംസാരിക്കുന്നത്? യേശു ആ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവർക്കോ അത് അറിയത്തില്ല, അവർക്കോ അത് മറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ പ്രാധാന്യത. എഫെസ്യ ലേഖനം 3:5 വചനം പറയുകയാണ്, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് വെളിവായി വന്നിരുന്നില്ല. അപ്പോൾ വിഷയങ്ങളുടെ ദൈവിക ഉപദേശങ്ങളുടെ മർമ്മം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കുമാണ്. ആദിമസഭ അപ്പോസ്തോലിക ഉപദേശത്തിന്മേൽ പണിയപ്പെട്ട സഭയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തോലിക ഉപദേശത്തിന്മേൽ
അടിസ്ഥാനത്തിന്മേൽ ദൈവസഭ പണിയപ്പെടണം. അങ്ങനെ പണിയപ്പെട്ടില്ലെങ്കിൽ കുഴപ്പം എന്താ? പാട്ടുകാരൻ പാടുന്നില്ലേ, വൻമഴ ചൊരിഞ്ഞു, അതെ നദികൾ പൊങ്ങി, ആ വീടിന്മേൽ കാറ്റടിച്ചു, ആ അടിസ്ഥാനം ബലമില്ലാത്തതായിരുന്നത് കൊണ്ട് ആ വീട് കാറ്റിൽ തകർന്നു വീണു. അങ്ങനെയെങ്കിൽ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞടിക്കുന്ന അത് തിരമാലകളുടെയും അലമാലകളുടെയും മധ്യത്തിൽ തകർന്നു പോകാതെ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവസഭ അപ്പോസ്തോലിക ഉപദേശത്തിന്മേൽ പണിയപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ പണിയപ്പെടുന്ന ഒരു സഭയായി ഈ ഡെലിവർ ചർച്ച് മാറും. അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആത്മാവ് ഞാൻ പ്രവചിക്കുക. ഒരു അപ്പോസ്തോലിക അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിനെ നിങ്ങളുടെ മേൽ കൈമാറുക. നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ഒരു കൂട്ടം പ്രവാചകന്മാർ കാണും. അങ്ങനെ പ്രവാചകന്മാരുടെ ഉപദേശത്തിലും അപ്പോസ്തോലിക ഉപദേശത്തിലും പണിയപ്പെടുന്ന ഒരു സഭയായി ഈ ഡെലിവർ ചർച്ച് മാറുമെന്ന് ആത്മാവ് ഞാൻ പ്രവചിക്കുക. അപ്പോസ്തലന്മാരുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഹല്ലേലൂയ. വളരെ വലിയൊരു ഉത്തരവാദിത്വം ദൈവസഭയെ നിങ്ങളുടെ മേൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അഭിഷേകത്തിനെ വലിയൊരു ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. വിളി വലുതാണ്. ഹല്ലേലൂയ. അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വലുതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നില്ലേ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും അതെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കേണ്ടതിന്, അത് ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുക? ഉപദേശിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് താൻ പറയുകയാണ്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കനുസരിച്ച് പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. അപ്പോൾ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിനനുസരിച്ച് ആത്മാവിൽ പോരാടാൻ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. അങ്ങനെ ആത്മാവിൽ പോരാടുമ്പോൾ വലിയ ദൈവപ്രവൃത്തികളെ അത് പട്ടണത്തിൽ ദൈവം അയക്കും. ആളുടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭയെ ദൈവം പണിതിരിക്കുന്നത്. ആ പണിതിരിക്കുന്ന പണിയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോൾ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോൾ 1 പത്രോസ് ആ മൂലക്കല്ലിന്മേൽ ആ പണിതിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയാണ് ദൈവം പണിതിരിക്കുന്നത്. ആ അപ്പോസ്തോലിക അടിസ്ഥാനത്തിന്മേൽ ദൈവം പണിയുന്നത് അത് എങ്ങനെയാണെന്നറിയാവോ? ഒരിക്കലും നിർജീവമായ കല്ലുകളെ കൊണ്ട് ദൈവം പണിയുന്നില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ആ കാതലായ വിഷയത്തിലേക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങി നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കും. ദൈവസഭയുടെ മൂലക്കല്ലാണ് ക്രിസ്തു. അവൻ തള്ളപ്പെട്ടവനായിരുന്നു, അവൻ അടിക്കപ്പെട്ട പാറയായിരുന്നു, അവൻ ഇടർച്ചക്കല്ലായിരുന്നു. എന്നാൽ കാൽവരിയിൽ പിതാവാകുന്ന ദൈവം ആ കല്ലിന്മേൽ ഒരു കൊത്തുപണി ചെയ്തു. ആ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റി. ആ മൂലക്കല്ലിൽ നാം ദൈവത്തോട് അടുത്തു. ആ മൂലക്കല്ല് അടിസ്ഥാനം അപ്പോസ്തലന്മാരും അതെ പ്രവാചകന്മാരുമായിരുന്നു. ആ അടിസ്ഥാനത്തോട് ചേർത്ത് നമ്മളെ ആത്മീക മന്ദിരമായി പണിയുക. ഇനി എങ്ങനെയാ പണിയെന്നറിയാവോ? ഒരിക്കലും നിർജീവമായ കല്ലുകളെ കൊണ്ട് ദൈവം പണിയുന്നില്ല. പണിയുന്നത് ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ്. എങ്ങനെയാ ഒരു കല്ല് ജീവനുള്ള കല്ലായി മാറുന്നത്? അതേ പത്രോസ് താൻ ലേഖനത്തിൽ അതേ പറയുന്ന വാക്കിങ്ങനെയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി ക്രിസ്തുയേശു മുഖാന്തരം പണിയപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാ ജീവനുള്ള കല്ലായിത്തീരുന്നത്? അവൻ്റെ അടുക്കൽ വന്നാൽ, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ, ആ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്നാൽ നിർജീവത്വം മാറും. ആ നിർജീവത്വം വ്യാപരിച്ച മേഖലകൾക്കകത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ വ്യാപരിക്കും. അങ്ങനെ ഒരു ജീവൻ വ്യാപരിച്ച നിന്നെ മാറ്റി നിർത്താൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അങ്ങനെ ജീവൻ പ്രാപിച്ച കല്ലിനെ അടിസ്ഥാനത്തോട് ചേർത്ത് പണിയുമെന്ന് അത് ദൈവം വളരെ വ്യക്തമായി പറയുക. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. അപ്പോൾ തള്ളപ്പെട്ട കല്ല് ഇന്നവൻ ജീവനുള്ള കല്ലായി. അടിക്കപ്പെട്ട കല്ല് ഇന്നവൻ ജീവനുള്ള കല്ലായി. ത്യജിക്കപ്പെട്ട കല്ല് ഇന്നവൻ ജീവനുള്ള കല്ലായി. ആ ജീവനുള്ള കല്ലിൻ്റെ അടുക്കലേക്ക് ഒരുവൻ വരുമ്പോൾ ആ ജീവൻ അവനിലും വ്യാപരിക്കുക. അതുകൊണ്ടാണ് യേശു മറിയോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. യേശു കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു പറയുകയാണ്, അത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവനുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശുവിലേക്ക് ഒരുവൻ വരുമ്പോൾ, ക്രിസ്തുവിൽ ഒരുവൻ വരുമ്പോൾ അവനിൽ വ്യാപരിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. പിശാച് മോഷ്ടിച്ച, പിശാച് അറുത്ത് കളഞ്ഞ, പിശാച് തകർത്ത ആ മേഖലയ്ക്കകത്ത് ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ ഒരു ജീവൻ വ്യാപരിക്കുക. ആ ജീവൻ എങ്ങനെയുള്ള ജീവനാ? അത് സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും ആ ദൈവിക ജീവൻ ചില നിർജീവ മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് പകരുക.
ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അതിന് ചില നിർജീവ ഗർഭപാത്രങ്ങൾക്കകത്ത് ആ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കുക. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചിലത്, നാളുകളായി അത് തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലത്, ഇന്ന് രാത്രി ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ഹല്ലേലൂയ ജീവൻ പ്രാപിക്കാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുക. ഉടകമന ദരകക്ഷകഥരാദരക്ഷ സ്വരംധനാദി ലാർഭാന ശാദരക്ഷ സ്വരംധനാദി. ഇന്ന് ഈ സെപ്റ്റംബർ 20 നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് അത് നാളുകൾ കഴിഞ്ഞായിരിക്കാം. പക്ഷേ ഇത് നിന്നോടുള്ള ദൂത. നീ കേൾക്കുമ്പോൾ ഈ ദൈവശക്തി നിന്നിൽ വ്യാപരിക്കാൻ പോകുക. നീ ഈ സന്ദേശം അത് സ്ക്രോൾ ചെയ്തായിരിക്കാം കേൾക്കുന്നത്, പക്ഷേ ഇത് നിന്റെ കാതിൽ മുഴങ്ങാൻ പോകുക. നിന്റെ നിർജീവ മേഖലകൾക്കകത്ത് അവൻ്റെ ജീവൻ വ്യാപരിക്കുക. പാഴായ ശൂന്യമായ മേഖലകൾക്കകത്ത് ഒരു ജീവൻ വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി ചില നിർജീവ മേഖലകൾക്കകത്ത് സമൃദ്ധിയായിട്ടുള്ളൊരു ജീവനെ പരിശുദ്ധാത്മാവ് പകരുക. ഇന്ന് രാത്രി ആ ദൈവിക സമൃദ്ധി ദൈവജനത്തിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ അവൻ്റെ അടുക്കൽ വരുമ്പോൾ ജീവൻ പ്രാപിക്കും. അപ്പോൾ അവരിൽ നിന്ന് അകന്നവനല്ല ആരാ? മരിച്ചവനാ. അപ്പൻ്റെ സ്വത്തും വാങ്ങി വീട് വിട്ടു പോയ ഒരു മകൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പം പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുക. അവൻ നഷ്ടപ്പെട്ടു പോയവനായിരുന്നു, ഇപ്പോൾ കണ്ടുകെട്ടിരിക്കുക. അപ്പോൾ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന ഒരുവൻ ആരാന്നറിയാവോ? അവൻ മരിച്ചവനാ. ഇന്ന് രാത്രി എവിടെയെങ്കിലും അകന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അത് മടങ്ങി വന്നാൽ, അടുത്തു വന്നാൽ ഒരു ജീവൻ വ്യാപരിക്കുക. ആ ജീവൻ എങ്ങനെയുള്ള ജീവനാണെന്നറിയാവോ? ഒരു സമൃദ്ധിയായിട്ടുള്ള ജീവനാണ്. ഇനി ആരാ അത് നിർജീവ കല്ലുകളെ കൊണ്ട് ഒരിക്കലും കർത്താവ് പണിയത്തില്ല. ദൈവസഭയെ പണിയാൻ ഒരിക്കലും കർത്താവ് നിർജീവ കല്ലുകളെ ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് അത് ഇന്ന് രാത്രി ആ ജീവൻ നമ്മളിൽ വ്യാപരിക്കണം. അതുകൊണ്ട് വചനം പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഉറങ്ങുന്നവൻ, ആത്മികമായി ഉറങ്ങുന്നവനും മരിച്ചവനും ഒരുപോലെയാണ്. അതുകൊണ്ട് ആദാമിനോട് ദൈവം പറഞ്ഞില്ലേ, നീ തിന്നുന്ന നാൾ നീ മരിക്കും. അപ്പോൾ അവനൊക്കെ പാപം ചെയ്താൽ അത് ആത്മീക മരണം സംഭവിക്കുക, ദൈവത്തിന് അകന്നാൽ ആത്മീക മരണം സംഭവിക്കുക. അങ്ങനെ മരിച്ച ഒരു കല്ലിനെ കൊണ്ട് ദൈവസഭയെ പണിയാൻ ദൈവത്തിന് കഴിയത്തില്ല. അത് ദൈവം പണിയുന്നത് മുഴുവൻ ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ്. ജീവനുള്ള കല്ലുകൾ കൊണ്ടേ ദൈവം പണിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൽ മരിച്ചവൻ അവൻ ദൈവത്തിന് അകന്നവനാണ്, അവൻ ദൈവത്തിൽ നിന്ന് അതേ മാറിപ്പോയവനാണ്. അപ്പോൾ പക്ഷേ ദൈവത്തോട് അടുത്ത് വന്ന് അത് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞവൻ അവൻ ജീവൻ പ്രാപിച്ചവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനം പറയുന്നത് എഫെസ്യ ലേഖനം 2:1 പറയുകയാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയോ അവൻ ഉയർപ്പിച്ചു. അപ്പോൾ അതിക്രമത്തിൽ പാപത്തിൽ ഒരുവനായിരിക്കുമ്പോൾ അവനെ അത് ദൈവം കാണുന്നത് മരിച്ചവനായിട്ടാണ്. അപ്പോൾ പാപത്തിൽ തുടരുന്ന ഒരുവൻ, അതിക്രമത്തിൽ തുടരുന്ന ഒരുവൻ അവൻ മരിച്ചവനാണ്. ഹല്ലേലൂയ. പിന്നെയും റോമാലേഖനം 8:13 വചനം പറയുകയാണ്, നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം നടന്നാൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ജഡത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരുവൻ അവൻ മരിച്ചവനാണ്. ഹല്ലേലൂയ. ഇനി അതെ പിന്നെയും നാം നോക്കുമ്പോൾ അതെ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പറയുന്ന വാക്കിങ്ങനെയാണ്, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും അത് ജീവനുള്ളിൽ അത് ഇല്ല, നിത്യജീവനുള്ളിൽ ഇല്ല. അപ്പോൾ കൂട്ടു സഹോദരനെ പകച്ചാൽ, കൂട്ടു സഹോദരനെ ദ്വേഷിച്ചാൽ അവനെ ദൈവം കാണുന്നു മരിച്ചവനായിട്ട്. അപ്പോൾ ആരാ മരിച്ചവൻ? ദൈവത്തോടകന്നവൻ മരിച്ചവനാണ്. അകൃത്യത്തിൽ പാപത്തിൽ ജീവിക്കുന്നവൻ മരിച്ചവനാണ്. ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരം, ജഡത്തിൻ്റെ മോഹപ്രകാരം ഓടുന്നവൻ മരിച്ചവനാണ്. സ്വന്തം സഹോദരനെ, കൂട്ടു സഹോദരനെ പകയ്ക്കുന്നവൻ, ദ്വേഷിക്കുന്നവൻ മരിച്ചവനാണ്. അവൻ്റെ ഉള്ളിൽ നിത്യജീവനില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ആ ജീവൻ പ്രാപിക്കുമ്പോൾ മാത്രമാണ് ദൈവം തൻ്റെ പണിക്ക് നമ്മെ ഉപയോഗിക്കുവാനായിട്ടായി തീർന്നത്. അപ്പോൾ ജീവൻ പ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ അടുക്കലേക്ക് വരണം, യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ഏതെങ്കിലും മേഖലയ്ക്കകത്ത് അത് ജീവനറ്റെങ്കിൽ ആ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ആ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ വരുന്നവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ആ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് അവനിലൊരു മാനസാന്തരം ഉണ്ടാകുക. ആ മാനസാന്തരപ്പെട്ടവൻ അടുത്ത വഴി, ആ മാനസാന്തരപ്പെട്ടവൻ സ്നാനമേൽക്കണം. അപ്പോൾ എങ്ങനെയാണ് ജീവൻ പ്രാപിക്കുന്നത്? യേശുവിൻ്റെ അടുക്കൽ വരണം, യേശുവിൻ്റെ അടുക്കൽ വരുന്നവൻ മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ടവൻ സ്നാനമേൽക്കണം. സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്, സ്നാനത്താൽ നാം അവനോടുകൂടെ അടക്കപ്പെടുകയാണ്. എന്നിട്ട് യേശു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ ജീവിച്ചെഴുന്നേൽക്കുകയാണ്. അപ്പോൾ സ്നാനം എന്താണ്? സ്നാനം ഒരിക്കലും ഒരു സഭയോട് ചേരാനല്ല,
സ്നാനം ഒരിക്കലും ഒരു സംഘടനയോട് ചേരാനല്ല. സ്നാനം ഒരിക്കലും അതെ നമ്മുടെ ജഡത്തിൻ്റെ അഴുക്ക് കളയാനുള്ള ഒരു കുളിയല്ല. സ്നാനം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ജീവൻ്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദൈവകൽപ്പനയാകുന്ന സ്നാനം പ്രാപിക്കാത്തവരുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിനുവേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളെ എടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സ്നാനം പഴയ മനുഷ്യനെ കുഴിച്ചിടുന്ന പ്രക്രിയയാണ്. അപ്പോൾ യേശു കർത്താവിനെ ക്രൂശിച്ചു. ആ ക്രൂശിച്ച യേശുവിനെ എന്ത് ചെയ്തു? കല്ലറയിൽ അടക്കി അവൻ 3-ാം നാൾ ഉയർത്തു. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് ആ ക്രിസ്തുവിനോടുകൂടെ അടക്കുന്ന പ്രക്രിയയാണ് സ്നാനം. അപ്പോൾ യേശു കർത്താവ് ഉയർത്തതുപോലെ നാമും ആ സ്നാനം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം എന്താണെന്നറിയാവോ? വേദപുസ്തകം പറയുന്നു, റോമാലേഖനം 8:11 യേശുവിനെ റോമാലേഖനം 6:5 വചനം പറയുകയാണ്, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, 6:5 അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പം യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കണമെങ്കിൽ മരണത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കണം. ഇനി അടുത്തത്, അങ്ങനെ സ്നാനമേറ്റ ഒരുവൻ അടുത്തത് പരിശുദ്ധാത്മ അഭിഷേകത്തെ പ്രാപിക്കണം. പരിശുദ്ധാത്മ അഭിഷേകത്തെ പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എന്താണ്? യേശുവിനെ ആരാ ഉയർപ്പിച്ചത്? യേശുവിനെ ഉയർപ്പിച്ചത് പിതാവാകുന്ന ദൈവമാണ്. എങ്ങനെയാ പിതാവാകുന്ന ദൈവം യേശുവിനെ ഉയർപ്പിച്ചത്? വചനം പറയുകയാണ്, റോമാലേഖനം 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ജീവിക്കണമെങ്കിൽ ആത്മാവിനെ പ്രാപിക്കണം. ജീവിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരണം. ആ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് സ്നാനമേൽക്കുമ്പോൾ ആ ജീവൻ നമ്മിൽ വ്യാപരിക്കുകയാണ്. അങ്ങനെ ജീവൻ പ്രാപിച്ച ഒരുവൻ അഭിഷേകത്താൽ നിറയുമ്പോൾ ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവൻ കടക്കുകയാണ്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു ഊതിയിട്ട് അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. അവരോട് യേശു വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. 3.5 വർഷം കൂടെ നടന്നതാ. ആത്മാവിനെ പ്രാപിക്കാൻ പറഞ്ഞു ആത്മാവിനെ പ്രാപിച്ചവരാ. അവരോട് പറയുകയാണ്, നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കണം. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഇനി ഏറെ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് തീ കൊണ്ടൊരു സ്നാനം ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ച ഒരുവൻ അകത്ത മനുഷ്യൻ സമൃദ്ധിയായ ഒരു ജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ആത്മാവിൻ്റെ തീയുടെ ഒരു സ്നാനം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ജീവൻ പ്രാപിച്ച ഒരുവനെ കൊണ്ടാണ് ദൈവസഭയെ ദൈവം പണിയുവാനായിട്ടിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് പൗലോസിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു ജീവൻ്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. ഈ ജലനദി, ഈ പരിശുദ്ധാത്മാവിൻ്റെ നദി, ഇതൊരു ജീവജല നദിയാണ്. ഈ നദിയുടെ പ്രത്യേകത, ഇത് നിങ്ങളുടെ ഉള്ളിൽ ജീവൻ പകരുക മാത്രമല്ല, നിങ്ങൾ ചെല്ലുന്ന മേഖലകൾക്കകത്തും ഈ നദി ജീവൻ പകരുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും പ്രാണികളുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നദി വഹിച്ചോണ്ട്, പരിശുദ്ധാത്മാവിനെ വഹിച്ചോണ്ട് നാം കയറി നിന്നാൽ നിർജീവ മേഖലകൾക്കകത്ത് ജീവൻ വ്യാപരിക്കുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ജീവൻ വ്യാപരിക്കാൻ ഒന്നാമത് യേശുവിൻ്റെ അടുക്കലേക്ക് വരിക. യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ അവൻ മാനസാന്തരം അവനിൽ ഉണ്ടാകുകയാണ്. ആ മാനസാന്തരപ്പെട്ടവൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയാണ്. ആ സ്നാനം സ്വീകരിച്ചവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പ്രാപിക്കുകയാണ്. ഈ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിങ്ങൾ ശുശ്രൂഷിച്ചാൽ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്നറിയാവോ? ആത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു അമ്പും വില്ലും ഉപയോഗിച്ച് ഒരു വ്യക്തി ആ വില്ല് കുലയ്ക്കുന്ന അനുഭവമാണ് ആത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ആ വില്ല് കുലയ്ക്കുന്ന വ്യക്തി അവൻ്റെ ശരീരത്തിൻ്റെ, അവൻ്റെ കൈയുടെ ബലം ഉപയോഗിച്ചാണ് അവനത് ചെയ്യുന്നത്. അവൻ പുറകോട്ട് വലിച്ച് അവൻ്റെ ശക്തി ഉപയോഗിച്ച് അവൻ അത് മുന്നോട്ട് വിടുകയാണ്. ആ ശക്തിക്കനുസരിച്ച് അത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആത്മശക്തി വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാവോ? ഈ തോക്കിൻ്റെ ട്രിഗർ വലിക്കുന്ന
കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇത് പാഞ്ഞു ചെല്ലുക. അപ്പോൾ ആത്മാവിൻ്റെ ശക്തിയുമായിട്ട് നിന്നാൽ ഇതുപോലെയാ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ അത് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നാൽ അത് ജീവൻ പ്രാപിക്കും. അങ്ങനെ ജീവൻ പ്രാപിച്ച് ഒരുവനെയാണ് ദൈവസഭയുടെ പണിക്ക് ദൈവം ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ജീവൻ നമ്മിൽ വ്യാപരിക്കട്ടെ. ഒരിക്കൽ തള്ളപ്പെട്ടിരുന്നവൻ, ഒരിക്കൽ മാറ്റി നിർത്തപ്പെട്ടിരുന്നവൻ, ഇന്ന് അവൻ ആരായി? അവൻ മൂലക്കല്ലായി മാറി. അവന് സകല നാമത്തിൻ്റെയും മേലായ നാമം നൽകി. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ തള്ളപ്പെട്ട നമ്മെ, ഇന്നലകളിൽ മാറ്റി നിർത്തപ്പെട്ട നമ്മെ ഈ ജീവൻ വ്യാപരിച്ചുകൊണ്ട് ഈ ക്രിസ്തുവിലായി നാം മുന്നേറാൻ തുടങ്ങുമ്പോൾ ആ മാറ്റി നിർത്തിയ മേഖലകൾക്കകത്ത് അത് ചേർത്ത് പിടിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതെങ്കിലും മേഖലകൾക്കകത്ത് മാറ്റി നിർത്തപ്പെട്ട അനുഭവം ഉണ്ടോ? ഈ ദിവസങ്ങളിൽ അവൻ്റെ അടുക്കൽ വന്ന ആ ജീവൻ പ്രാപിക്കുമ്പോൾ അവനെ ഉയർത്തിയതുപോലെ ദൈവം ഉയർത്തിയിട്ട് നമ്മെ അവൻ ചേർത്ത് പിടിക്കുവാനായിട്ടിടയായിത്തീരും. ഒരു നിമിഷം ആ ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് തള്ളപ്പെട്ട യേശു കർത്താവ്, അടിക്കപ്പെട്ട പാറയായിരുന്നവൻ, ഹല്ലേലൂയ, ഇടർച്ചക്കല്ലായി മാറിയവൻ, എന്നാൽ പിതാവാകുന്ന ദൈവം അവനെ ഉയർത്തുവാനായിട്ടിടയായി തീർന്നു. എങ്ങനെയാണ് ഉയർത്തിയത്? ആ പിതാവിൻ്റെ കരത്തിലേക്ക് അത് ദൈവഹിതപ്രകാരം ഒരു പണിക്ക് താൻ വിട്ടുകൊടുത്തപ്പോൾ ആ ദൈവിക പണി തന്നിൽ നടക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ പണിക്ക് വേണ്ടി, ആ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മെ തന്നെ നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി കർത്താവേ, അങ്ങയുടെ ഹിതത്തിനു വേണ്ടി എന്നെ ഒന്ന് വിട്ടുതരികയാണ്. ആ കുശവൻ കളിമണ്ണിനെ പണിയുന്നത് പോലെ എന്നെ ഒന്ന് പണിയണമേ എന്ന് നാം അത് പറയാൻ തയ്യാറായാൽ ആ ദൈവത്തിൻ്റെ പണി നമ്മിൽ നടക്കും. എവിടെയൊക്കെയോ തള്ളപ്പെട്ട മേഖലകൾക്കകത്ത്, എവിടെയൊക്കെയോ മാറ്റി നിർത്തപ്പെട്ട മേഖലകൾക്കകത്ത് അവൻ നമ്മെ ചേർത്ത് പിടിക്കുവാനായിട്ടിടയായിത്തീരും. അവൻ നമ്മെ ഉയർത്തി ആദരിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അത് സകല നാമത്തിനും മേലായ നാമം നൽകി യേശുവിനെ പിതാവ് ആദരിക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ്റെ നാമത്തിൻ്റെ അതേ ശക്തി, അതേ ആ നാമത്തിൻ്റെ ശക്തിയിൽ വിടുതലുകൾ നടക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും ആ നാമത്തിൻ്റെ ശക്തി ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. ആ യേശുവിൻ്റെ ജീവൻ ഇന്ന് രാത്രി ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. ആ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ജീവൻ ഇന്ന് രാത്രി, ആത്മാവിൻ്റെ ജീവൻ ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ. നമ്മെ തന്നെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ശമാന റഗൽഖനാദ രക്ഷസ്വരം ധനാദി അടഗമന ദുരഗക്ഷകസ്തരാദ രക്ഷസ്വരം ധനാദി. ഇന്ന് രാത്രി ആ ദൈവിക ജീവൻ അത് വ്യാപരിക്കട്ടെ. അത് ചില പണികൾക്ക് വേണ്ടി കർത്താവ് നമ്മെ കണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെ അവൻ വെറുതെ വിളിച്ചതല്ല, നിങ്ങളെ ഒരു പണിക്ക് വേണ്ടി വിളിച്ചതാ. എന്താ പണി? ആ മൂലക്കല്ലോട് ചേർത്ത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അതെ പണിയാൻ വേണ്ടി ദൈവം കണ്ടവരാ നിങ്ങൾ. അങ്ങനെ ഒരു പണിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരാ നിങ്ങൾ. അതെ, നിങ്ങളെക്കാൾ കരുത്തുള്ളവർ ഈ ദേശത്തുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ഒരു പണിക്ക് വേണ്ടി വിളിച്ചതാ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു ദൈവിക ഉദ്ദേശമുണ്ട്, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ ജീവനുള്ള കല്ലായി നിങ്ങളെ ചേർത്താണ് കർത്താവ് പണിയുന്നത്. ആ ജീവനുള്ള കല്ലായി നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിനൊരു പണിയില്ല. ഈ ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പണി ദൈവത്തിന് ചെയ്യാനുണ്ടെങ്കിൽ അത് ജീവനുള്ള കല്ലായ നിങ്ങളെ ചേർത്തിട്ടാവാൻ പണിയുന്നത്. ഇന്ന് രാത്രി ആ ജീവൻ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ആ സമൃദ്ധി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ആ നിറവ് ഇന്ന് രാത്രി ആലയത്തിൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. ദേശം ഗർഭനാശകമായിരുന്നപ്പോൾ, വെള്ളം ചീത്തയായിരുന്നപ്പോൾ ഏലീശ പ്രാർത്ഥിച്ച് വെള്ളത്തിൽ ഉപ്പിട്ടു. ഹല്ലേലൂയ. ആ വെള്ളം പഥ്യമായി തീർന്നു. അവിടെ പിന്നെ ഒരു മരണവും ഉണ്ടായില്ല. ഇന്ന് രാത്രി എല്ലാ മരണത്തിന്റെ വ്യാപാരങ്ങളെയും ഞങ്ങൾ ആത്മാവിൽ വെട്ടുക. യേശുവിന്റെ നാമത്തിൽ ആ ദൈവിക ജീവൻ, ആ ജീവന്റെ സമൃദ്ധി ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ദൈവിക ജീവൻ വ്യാപരിക്കട്ടെ. ആ ദൈവിക സമൃദ്ധി വ്യാപരിക്കട്ടെ. നിർജീവ മേഖലകൾക്കകത്ത് ആത്മാവിനാലുള്ള ഒരു ജീവൻ പകരപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ജീവൻ പകരപ്പെടട്ടെ.
യാസ്മാന ധേരിയം പ്രമാന ശകൽകനാദി പ്രമാന ശകൽകനാദ രക്ഷസ്വരംധന ഡഗമന ദരഗ ശകദര Holy ഡഗമന ദരഗ are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. യേശുവിന്റെ നാമത്തിൽ ദൈവിക ജീവനെ ഞാൻ ജനത്തിന് മേൽ റിലീസ് ചെയ്യുകയാണ്. ദൈവിക സമൃദ്ധിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവരെ ആ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. Are you, Lord God Almighty? Holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb. You are holy, holy, holy Jesus. Are you, Lord God Almighty? Holy, yes, you are holy Jesus. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവന്റെ അടിസ്ഥാനത്തിൽ Are you, Lord God Almighty? What is the Lamb? What is the Lamb? Amen. ധരിച്ചുകൊണ്ട് ഒരു കൂട്ടം ആത്മാവിൽ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. സിംഹിയെ പോലെ ഒരു കൂട്ടം എഴുന്നേൽക്കട്ടെ.
എര പിടിച്ച് കയറാൻ ആത്മാവിൽ ഒരു കൂട്ടം എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ ജീവൻ എല്ലാ പരിധികളെ ഞാൻ ആത്മാവിൽ പൊളിക്കുന്നു. എല്ലാ പരിമിതികളെ ആത്മാവിൽ പൊളിക്കുന്നു. ഡിവൈൻ ഫേവറിനെ ഞാൻ ആത്മാവിൽ ജനത്തിന് മേൽ റിലീസ് ചെയ്യാം. ചേർത്ത് പണിയാൻ അപ്പോസ്തലിക നിയോഗത്തെ ആത്മാവിന്റെ രാത്രി കൈമാറുക. നിങ്ങളുടെ വസ്ത്രത്തിന്റെ അകത്ത് പോലും ആ ദൈവശക്തി വ്യാപരിക്കുക. വസ്ത്രത്തിന്റെ അകത്ത് പോലും ആ ദൈവശക്തി വ്യാപരിക്കുക.
യേശുവിന്റെ നാമത്തിൽ ഒരു കൂട്ടം ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. സിംഹിയെ പോലെ പതുങ്ങിയിരിക്കുന്ന ചിലത് ഇരപിടിക്കാൻ എഴുന്നേറ്റ് കയറുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി അതെ ബലം ധരിച്ച് ഒരു കൂട്ടം ഈ ആലയത്തിന്റെ അകത്തളത്തിൽ എഴുന്നേൽക്കട്ടെ. തേരിയ 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 ലാർഭാന ശേതേരെ. ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. സകല നാമത്തിനും മേലായ നാമം, ബന്ധനങ്ങളെ അഴിക്കുന്ന നാമം, വഴികളെ തുറക്കുന്ന നാമം, കുരുടന് കാഴ്ച കൊടുക്കുന്ന നാമം, ഉടനെ സൗഖ്യമാക്കുന്ന നാമം, ആ യേശുവിന്റെ നാമം ഇന്ന് രാത്രിയും ആ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. തള്ളപ്പെട്ട ചിലത്, മാറ്റി നിർത്തപ്പെട്ട ചിലത് ഹല്ലേലൂയ ഉയർത്തപ്പെടുന്ന രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. എന്തിനാ അവൻ തള്ളപ്പെട്ട കല്ലായത്? എന്തിനാ അവൻ അടിക്കപ്പെട്ട പാറയായത്? എന്തിനാ അവൻ തടങ്കൽ പാറയായത്? ലോകം തള്ളിയ നിന്നെ, ലോകം ത്യജിച്ച നിന്നെ ഓ ചേർത്ത് പിടിക്കാൻ, ഇന്നലകളിൽ പിടക്കുന്നുണ്ട് നിന്നെ ഓ ചേർത്ത് പിടിക്കാൻ, ഭവനം തള്ളിയ നിന്നെ, ബന്ധുക്കൾ തള്ളിയ നിന്നെ, ചർച്ചക്കാർ തള്ളിയ നിന്നെ ഇന്ന് രാത്രി ഒരു ചേർത്ത് പിടിക്കുക, ഒരു കരം ചേർത്ത് പിടിക്കുക. അതിനെ അല്ലെ ഒരു മൂലക്കല്ലാക്കി മാറ്റുക, അതിനെ ഒരു മൂലക്കല്ലാക്കി മാറ്റുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ആ വചനത്തിന്റെ ശക്തി ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. വചനം അയച്ച് അവൻ വിടുവിക്കുന്നു. ഇന്ന് രാത്രിയും ആ വചനത്തിന്റെ ശക്തി ചില മുഖങ്ങളെ തകർക്കട്ടെ, വേഗതകളെ കെടുത്തി മടുപ്പിച്ച് തളർത്തി മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് അത് ഇരുത്താൻ ചിന്തിക്കുന്ന ചില വ്യാപാരങ്ങളെ ഞാൻ ആത്മാവിൽ വെട്ടുക. പരിശുദ്ധ സ്ഥാനത്ത് മൂടുന്നേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്ത് മൂടുന്നേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്ത് മൂടുന്നേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്ത് മൂടുന്നേ. ദേവാ പ്രസന്നമേ ഇറങ്ങിലേ വന്നിടുന്നേ. ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിലേ വന്നിടുന്നേ. ദേവ പ്രസന്നമേ പ്രസന്നമേ ഇറങ്ങിരേ വന്നിടുന്നേ. ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്ത് മൂടുന്നേ. ദേവാനിൻ മഹിമൈ
പരിശുദ്ധ സ്ഥാനത്ത് മൂടുതേ ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്ത് മൂടുതേ ദേവാനിൻ മഹിമൈ ദേവാനിൻ മഹിമൈ உங்களோட மகிமை ஓ பரிசுத்த ரெதேலியாதே ரிவல்கமோரியாதே லாரவசேகேலியாதே ஓ தேவாமின் மகிமை ஜம்பேரா ஓ பரிசுத்த ஸ்தானத்து மூடு தேவாமின் மகிமை தேவாமின் மகிமை പരിശുദ്ധ സ്ഥാനത്ത് ആഴമരാഞ്ഞില്ല. ആദരിക്കുന്ന ദിനങ്ങൾ മുന്നിലുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുക. തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായി തീർന്നെങ്കിൽ, അത് തള്ളിക്കളഞ്ഞ കല്ല് അത് മൂലക്കല്ലായെങ്കിൽ, ആ കല്ലിനെ അത് കൊപ്പുപണിയിൽ ഉയർത്തിയെങ്കിൽ, ആദരിക്കുന്ന ദിനങ്ങൾ മുന്നിലുണ്ടെന്ന് പരിശുദ്ധ ദൂത് കൈമാറുക. സമൂഹത്തിൽ ഉന്നതന്മാരുടെ ഇടയിൽ, ആ മാന്യരെന്ന് ലോകം പറയുന്നവരുടെ ഇടയിൽ ആദരിക്കുന്ന ദിനങ്ങൾ മുന്നിലുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുക. ഒരുമിച്ചുള്ള ചില യാത്രകൾ മുന്നിലുണ്ട് കേട്ടോ. രാജ്യങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കും, പട്ടണങ്ങളിൽ സഞ്ചരിക്കും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയുന്നവരായി മാറും. ഒരു ഹന്നയുടെ നിലവിളി കേട്ട് ഒരു ശമൂവേലിനെ അറിയപ്പെടുന്ന പ്രവാചകനായി ഉയർത്തിയെങ്കിൽ നിന്റെ തലമുറകൾ ദൈവത്താൽ പ്രസിദ്ധരാകും, അവർ കർത്താവിനാൽ പ്രസിദ്ധരാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി ഇടിഞ്ഞു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ അവർ കെട്ടിപ്പൊക്കും. ഇന്നലകളിൽ നീ നിന്നത്, ഇന്നലകളിൽ നീ വേദന അനുഭവിച്ചത്, ഇന്നലകളിൽ കരഞ്ഞത്, അതൊന്നും മറന്നു കളഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും മറന്നിട്ടില്ല കേട്ടോ. അതെല്ലാം കുരുത്തിയിലുണ്ട്. ആ കണ്ണുനീരിനെ നിന്നെ ഉയർത്തുമെന്ന് അവനെ ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുപോലെ ഒരു ഉയർച്ച പട്ടണത്തിൽ, ആ ദേശത്ത് അതേ പരിശുദ്ധാത്മാവിന്റെ മേൽ കൽപ്പിക്കുക. അന്യഭാഷകളെ പ്രാപിച്ച ദൈവജനം അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തിന്റെ മഹത്വം കരയറ്റിയാട്ടെ. ഇന്ന് രാത്രി ആ ജീവൻ വ്യാപരിക്കട്ടെ, ഇന്ന് രാത്രി സമൃദ്ധി വ്യാപരിക്കട്ടെ. അത് ജീവനുള്ളത് അത് വളരും, അത് ജീവനുള്ളത് ഫലം കായ്ക്കും. ഇന്ന് രാത്രി എവിടെയൊക്കെയോ അതെ ഫലം കായ്ക്കാൻ കഴിയാതെ, അത് വളരാൻ കഴിയാതെ അത് പിശാചാക്കി വെച്ചെങ്കിൽ, ഇന്ന് രാത്രി ആ മേഖലകൾക്കകത്ത് ഒരു ദൈവിക ജീവനെ അവൻ കൽപ്പിക്കുകയാ, ഒരു ദൈവിക സമൃദ്ധിയെ കൽപ്പിക്കുക. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി നിന്നുകൊണ്ട് എല്ലാ വരൾച്ചയുടെ മേഖലകളെയും ഞാൻ ആത്മാവിൽ വെട്ടിമാറ്റുക. ഇന്ന് രാത്രി ഒരു ഫ്ലറിഷ് ആകുന്ന അനുഭവം, ഒരു ഫലം കായ്ക്കുന്ന അനുഭവം ഇതിന്റെ അകത്ത് വെളിപ്പെടട്ടെ.
വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ യേശുനാമം 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 വാഴ്കവേ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നിരിക്കുന്നു. ഇന്നലകളിൽ തള്ളിയ നിന്നെ അവൻ ചില പണിക്ക് വേണ്ടി മാറ്റി നിർത്തിയതാ. ഇന്നലകളിൽ ലോകം മാറ്റി, ഇന്നലകളിൽ ലോകം വിടക്കുന്നുണ്ടി. എന്നാൽ ആ മാറ്റി നിർത്തപ്പെട്ട മേഖലകൾക്കകത്ത് അത് ചേർത്ത് പിടിക്കാൻ പോവുക. ആ മാറ്റി നിർത്തപ്പെട്ട മേഖലകൾക്കകത്ത് ദൈവത്താൽ ആദരിക്കപ്പെടാൻ പോവുക. ഇന്ന് രാത്രി ദൈവസഭയെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസഭ പൂക്കാൻ പോകുന്നു, ദൈവസഭ കായ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇതിന്റെ കായ്കൾ ദേശത്ത് പരക്കാൻ പോകുക. ഹല്ലേലൂയ. ഇതിന്റെ ശാഖകൾ ദേശത്ത് പരക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ വചനത്തെ അങ്ങനെ തന്നെ ദൈവസഭയുടെ മേൽ ആരക്കിട്ടുറപ്പിക്കുകയാണ്. ഇതുവരെ പട്ടണം കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവ് ദൈവസഭയിലൂടെ ദേശത്ത് വ്യാപരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള അഭിഷേകത്തെ പകരുക. അഗ്നിയുടെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ദൈവകൃപ, അഗ്നിയുടെ
വന്നവരെ ഓ, ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ കല്ലുണ്ടല്ലോ, ആ കല്ലിന്മേൽ 7 കണ്ണുണ്ട്. ഞാൻ അതിന്മേൽ കൊത്തുപണി കൊത്തും. പിതാവാകുന്ന ദൈവം കാൽവരിയിൽ പുത്രൻ തമ്പുരാന്റെ മേൽ ഒരു കൊത്തുപണി ചെയ്തു. വചനം പറയുകയാണ്, അവന് സകല നാമത്തിലും മേലായ നാമം നൽകി. ഇന്ന് രാത്രി ആ നാമത്തിന്റെ ശക്തിയാൽ ചില തൈറോയിഡുകൾ കർത്താവ് അഴിക്കുക. നാളുകളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ തൈറോയിഡ്, അതുമൂലം അതേ മറ്റ് ചില പ്രശ്നങ്ങൾ, അതുമൂലം ചില മേഖലകൾക്കകത്ത് അത് മുന്നേറാൻ കഴിയാത്ത അതേ അസ്വസ്ഥതകൾ ഉളവാക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ആ ശക്തി വ്യാപരിക്കുക. ആ രോഗബന്ധനത്തെ ഇന്ന് രാത്രി ആത്മാവ് അഴിച്ചു മാറ്റുക. യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി നിന്നുകൊണ്ട് വചനത്തെ ഞാൻ ഈ ജനത്തിന് മേൽ അരക്കിട്ട് ഉറപ്പിക്കുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അത് സൗഖ്യമാക്കുന്നു. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അതാവേ ദൈവ സഭയുടെ മേൽ അങ്ങ് പകർന്നിരിക്കുന്ന നിയോഗങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു കൂട്ടം പ്രവാചകന്മാർ ഈ സഭയിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഒരു കൂട്ടം അഭിഷക്തന്മാർ ഇതിന്റെ അകത്ത് എഴുന്നേൽക്കട്ടെ. അങ്ങനെ കൃപാവരങ്ങളിൽ കുറവില്ലാത്ത ദൈവസഭയായി ഈ സഭ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ആദരിക്കാൻ പോകുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല മേഖലകൾക്കകത്തും ഈ ജനം ശുഭത പ്രാപിക്കട്ടെ. ഒരു ഡിവൈൻ ഫേവറിനെ ഞാൻ ഇവരുടെ മേൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇതുവരെ അവർ കാണാത്തൊരു ഫേവർ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവർ കാണാത്ത ചില ഉറവകൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ചില കരുതലുകൾ ഇവർക്ക് വേണ്ടി പുറപ്പെടട്ടെ. ഇവർ കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ, ആ കുണ്ടുകാട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടതുപോലെ ദൈവത്തിന്റെ കരുതൽ ഇവർ കാണട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവസഭയെ, ദൈവജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. കരവും ശബ്ദം ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കരയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് പറയാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ, നിങ്ങളെ അവർ മാന്യപാത്രമാക്കി മാറ്റും. തള്ളിക്കളഞ്ഞ മേഖലകൾക്കകത്ത് നിങ്ങളെ അവൻ ആദരിക്കും. ഹല്ലേലൂയ. നിങ്ങളെ ചില പണികൾക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുന്നവരാ. ഹല്ലേലൂയ. എന്തിനാ ഇന്നലകളിൽ മാറ്റി നിർത്തപ്പെട്ടത്? എന്തിനാ ഇന്നലകളിൽ തള്ളിയത്? അത് ചില കൊത്തുപണി ചെയ്യാനാ. ഹല്ലേലൂയ. ആ കൊത്തുപണി കഴിഞ്ഞാൽ ഒരു മാനപാത്രമായിട്ട് അകത്ത് കയറും. ഹല്ലേലൂയ. അനേകർ നിങ്ങളെ കാണാൻ വരും. അനേകരുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു ആകർഷണമാകും. അങ്ങനെ നിങ്ങളെ പരിശുദ്ധന്മാവാക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ ചേർന്നിരിക്കുന്നത്. കർത്താവ് അങ്ങനെ നിങ്ങളെ ആക്കട്ടെ. ആ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അവസരങ്ങളെ വേർതിരിച്ച ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ ഇൻ ജീസസ് നെയിം.